ഹലോ നീറ്റ് ആസ്പിരൻസ്, നമ്മുടെ 2022 നീറ്റ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ പ്രിപ്പറേഷനുമായിട്ട് തകൃതിയായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് ഉണ്ടാവുന്ന ഡൗട്ട്, നീറ്റ് 2022 എഴുതുന്നവർ കീം 2022 എഴുതേണ്ടതുണ്ടോ അതോ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലുടനീളം വരുന്ന MBBS കോഴ്സുകളിലേക്കുള്ള നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നീറ്റ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും നമുക്ക് അതിന് സാധ്യത, അവസരമുണ്ടാവുന്നത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ വരുന്ന സീറ്റുകളിൽ 85% കേരള കോട്ടയിലും ബാക്കി വരുന്ന 15% ഓൾ ഇന്ത്യ റാങ്ക് കോട്ടയിലുമായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരള കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കീം 2022 എക്സാം അപ്ലൈ ചെയ്യൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കുക, MBBS ലക്ഷ്യമിടുന്ന കുട്ടികൾ ഈ എക്സാം എഴുതേണ്ടതില്ല, പക്ഷെ അപ്ലൈ ചെയ്ത് നമ്മുടെ എലിജിബിലിറ്റി പൂർത്തിയാക്കേണ്ടതുണ്ട്. കീം 2022 രണ്ട് പേപ്പറുകളിലായിട്ട് നടക്കുന്ന കാര്യം നമുക്കറിയാം. ഫസ്റ്റ് പേപ്പറിൽ വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, സെക്കൻഡ് പേപ്പറിൽ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഇതിൽ ബിഫാമിന് താല്പര്യമുള്ളവർ പേപ്പർ 1 മാത്രം എഴുതിയാൽ മതിയാവും. മാത്തമാറ്റിക്സ് എന്ന പേപ്പർ നമ്മുടെ മെഡിക്കൽ കോഴ്സുകളിലേക്ക് നമുക്ക് ആവശ്യമില്ല. വീണ്ടും പറയാണ്, MBBS താല്പര്യപ്പെടുന്ന കുട്ടികൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ദർ ഈസ് നോ നീഡ് ടു റൈറ്റ് ദി എക്സാം. എങ്ങനെയാണ് നമ്മുടെ കീം 2022 അപ്ലൈ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, ഇന്ന് 6-ാം തീയതി തൊട്ട് ഈ മാസം 30-ാം തീയതി വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം. രജിസ്ട്രേഷൻ നടക്കുന്നത് 3 സ്റ്റെപ്പുകളിലായിട്ടാണ്. ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, മെയിൽ ID ആൻഡ് പാസ്വേഡ് സെറ്റ് ചെയ്ത് രജിസ്ട്രേഷന് തുടക്കമിടുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് കെയർഫുൾ സെലക്ഷൻ ഓഫ് യുവർ കോഴ്സ് ആൻഡ് യുവർ അഡ്രസ് പ്രൊവൈഡിംഗ് ആണ്. ഇത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏത് കോഴ്സുകളാണ് സെലക്ട് ചെയ്തത്, ഏതിലേക്കാണ് നിങ്ങൾ കീം അഡ്മിഷൻ തേടുന്നത്, അത് വളരെ കൃത്യമായി നിങ്ങൾ ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫീ, ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കുക എന്നുള്ളത്. രണ്ട് രീതിയിൽ ചെയ്യാം, ഓൺലൈൻ ത്രൂ ആൻഡ് ഓൾസോ ത്രൂ ദി ചലാൻ. വ്യത്യസ്ത മേഖലകളിൽ വേണ്ടിവരുന്ന ആപ്ലിക്കേഷൻ ഫീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ബിഫാം താല്പര്യമുള്ളവർ ഒന്നാമത്തെ കേസ് ആയിട്ടും നിങ്ങളുടെ മെഡിക്കൽ കോഴ്സുകളോട് താല്പര്യമുള്ളവർ രണ്ടാമത്തെ സെക്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടും താല്പര്യമുള്ളവർ യു കൻ ചൂസ് ബോത്ത് 1 and 2 which needs only 900 rupees. അടുത്ത മാസം മെയ് 10-ാം തീയതി വരെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയമുണ്ട്. നേരത്തെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ആവശ്യം വരുന്നത് നിങ്ങളുടെ ഫോട്ടോ ആണ്. ചെവി വിസിബിൾ ആവുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. പ്ലസ് യുവർ സിഗ്നേച്ചർ ഈസ് ഓൾസോ റിക്വയർഡ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായി വേണ്ടിവരുന്ന ഡോക്യുമെന്റുകൾ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ആൻഡ് യുവർ ആധാർ കാർഡ്. ഇത്രയും ഡോക്യുമെന്റുകൾ കൂടി അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നീട് അടുത്ത പ്രോസസ് അഡ്മിറ്റ് കാർഡ് റിലീസ് ആണ്. അതുകൊണ്ട് കീം 2022 മുഴുവൻ കാൻഡിഡേറ്റ്സും ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. താങ്ക് യു. ദിസ് ഈസ് നുസ്രത്ത് ഫ്രം സൈലം ലേണിംഗ്.